നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഞാൻ ഈ വയനാട് ദുരന്തം ഉണ്ടായ സമയത്ത് ഇവിടെ വന്നിട്ടില്ല. പക്ഷേ അതിനുശേഷമാണ് ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തുന്നത്. അതിമനോഹരമായ കാലാവസ്ഥയാണ്. അതിൽ ചെറിയ മഴയുണ്ട്, മഞ്ഞുണ്ട്. വയനാടിനെ കുറിച്ചുള്ള എൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് വയനാട് ഈ ദുരന്തത്തിനൊക്കെ ശേഷം ഒരു അതിജീവനം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ആ അതിജീവനത്തെ പിന്തുണയ്ക്കുക എന്നുള്ളതാണ് റിപ്പോർട്ടർ TV ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത്. നമുക്കറിയാമല്ലോ, ഇപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാർ അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരൊക്കെ അവരുടെ ധനസഹായ പദ്ധതികളുമായി മുന്നോട്ട് വരും. പക്ഷേ ഇപ്പോഴും കേന്ദ്രം എത്രത്തോളം നമുക്ക് സഹായം നൽകുമെന്നുള്ള കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ല. സംസ്ഥാന സർക്കാർ ഒരു മെമ്മോറാണ്ടം ഇതുവരെ സമർപ്പിച്ചിട്ടില്ല. അപ്പോൾ അത്തരം സർക്കാർ നടപടി മുറ പോലെ എന്ന് നാട്ടിലൊരു ചൊല്ലുണ്ടല്ലോ. അപ്പോൾ ആ രീതിയിലാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത്. പക്ഷേ നമുക്കങ്ങനെ വയനാടിനെ മാറ്റിവെക്കാൻ കഴിയില്ല. നമ്മുടെ ഈ സംസ്ഥാനത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ ഒരു നെടുന്തൂടാണ് വയനാടെന്ന് പറയുന്നത്. വയനാടെന്ന് പറയുന്നത് കൃഷിയും വിനോദസഞ്ചാരവും ചേർന്ന് രൂപപ്പെട്ടിട്ടുള്ള ഒരു സമ്പദ് വ്യവസ്ഥയാണ്. അപ്പോൾ ആ സമ്പദ് വ്യവസ്ഥ വയനാട്ടുകാരന് മാത്രം പ്രശ്നമല്ല, മറിച്ച് കേരളത്തിൻ്റെ തന്നെ സാമ്പത്തികമായ വളർച്ചയ്ക്ക് വലിയ സംഭാവനകൾ നൽകുന്ന വയനാട് എന്ന് പറയുന്നത് റീബിൽഡ് ചെയ്യുക എന്നുള്ളത് വയനാട്ടുകാരുടെ മാത്രം ആവശ്യമല്ല, മുഴുവൻ മലയാളികളുടെ ആവശ്യമാണ്.